മോൻ ചത്താലും മരുമോളെ കണ്ണീര് കുടിപ്പിക്കണം എന്ന് ചില അമ്മായിമ്മമാരുടെ മനസ്ഥിതി. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വിഷയം മറുനാടൻ ചാനലിൽ ഷാജൻ സ്കറിയ ആടുജീവിതത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. ചില പട്ടികൾ കടിക്കും, ചിലത് കുരയ്ക്കും. എത്ര കാലം മുമ്പാണ് ആടുജീവിതത്തെ കുറിച്ചുള്ള തള്ളുകൾ ആരംഭിച്ചതെന്ന് പോലും ആർക്കും അറിയില്ല. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. എന്നിരുന്നാലും ഒരു മിനിമം റെസ്പെക്ട് പോലും നൽകാതെ തള്ളുകൾ എന്നൊക്കെ വന്ന് 20 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിന്റെ മുതലാളി എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പൊ ഔസേപ്പച്ചൻ പറഞ്ഞത് നേരാ, ഇത് ഒറ്റ തന്നെ മുഴുവൻ. ഈ 35 കിലോ കുറച്ചു എന്നതൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒടുവിൽ അദ്ദേഹം ഉടുപ്പെല്ലാം ഊരി കുളിക്കാൻ പോകുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ കണ്ടപ്പോൾ മനസ്സിലായി ശരീരത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. ആ ഒരു സീൻ മാത്രമാണ് ബോധ്യപ്പെടുത്തുന്നത്. അതിനുവേണ്ടി മാത്രം 35 കിലോ കുറച്ച് പട്ടിണി കിടക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവൻ പൊട്ടന് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. ഇതിൽ തന്നെ 3 നേരം ബിരിയാണി കഴിച്ച് വെയിൽ എന്തെന്നും പോലും അറിയാതെ AC സ്റ്റുഡിയോയിൽ ഇരുന്ന് പറയുന്ന പോലെ അല്ല സിനിമ എന്ന് എന്നെക്കാളും നന്നായി വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ചാനൽ മുതലാളിക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. സാറേ ജോർജ്, മരിപ്പിനുള്ള വടയും ഞാൻ തരുന്നു.